ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. അതിൻ്റെ മുന്നത്തെ വീഡിയോ മോണിറ്റൈസേഷൻ പ്രൊസീജിയേഴ്സ് എൻ്റെ ഒരു കമൻറ്റിന് ഞാൻ റിപ്ലൈ ആയിട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു. പക്ഷേ അതിലെനിക്ക് ആദ്യം തന്നെ ഒരു തെറ്റ് തിരുത്താനാണുള്ളത്. എനിക്ക് വന്നൊരു കമൻറ്റ് വായിക്കാം. ചേച്ചി 500 സബും 3000 അവേഴ്സും ഓർ 3M അല്ല ഇപ്പോൾ മോണിറ്റൈസേഷൻ, പഴയതുപോലെ തന്നെയാണ് ക്രൈറ്റീരിയാസ്. ചേച്ചി കുറഞ്ഞു പറഞ്ഞില്ലേ, അതാ എന്താ വെച്ചാൽ ഹാഫ് മോണിറ്റൈസേഷൻ കുറച്ച് ഓപ്ഷൻസേ ഓൺ ആവുള്ളൂ, ക്രൈറ്റീരിയാസ് മാത്രം ആണ് ഈ ഷോപ്പിംഗ്, സൂപ്പർ ആൻഡ് മെമ്പർഷിപ്പ് ഇതൊക്കെ കിട്ടാനുള്ള ക്രൈറ്റീരിയാസ് ആണ് അതൊക്കെ. അതിൽ നിന്ന് സാധാരണ യൂട്യൂബേഴ്സിന് വലിയ പൈസയൊന്നും കിട്ടില്ല. നമ്മൾ കൊടുത്ത് സാധനം വാങ്ങിയാൽ മാത്രം ഷോപ്പിംഗ് പറയണ ഓപ്ഷനിൽ നിന്ന് കമ്മീഷൻ കിട്ടും. ലൈവിൽ സൂപ്പർ ചാറ്റോ പിന്നെ മെമ്പർഷിപ്പോ എടുത്താൽ അങ്ങനെ പൈസ കിട്ടും. അല്ലാതെ യൂട്യൂബിൽ നിന്നുള്ള പൈസയ്ക്ക് മോണിറ്റൈസ്ഡ് ആകില്ല. ഓക്കെ, അത് ഞാൻ മുന്നേ ഈ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ കണ്ട കമൻറ്റാ. ഇപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുറന്ന് ഇപ്പം എന്താ വീഡിയോ എടുത്തപ്പോൾ 29 മിനിറ്റ്സ് എഗോ വന്നൊരു കമൻറ്റും കൂടെ ഉണ്ട്. തെറ്റായ കാര്യം പറയരുത്. 3M ഓർ 3000 വാച്ച് അവർ ഹാഫ് മോണിറ്റൈസേഷൻ ആണ് ആക്കുള്ളൂ. ഇതേത് ഭാഷ? ആക്കുള്ളൂ. അതുകൊണ്ട് ആഡ്സ് കാണിക്കാൻ പറ്റില്ല. ഇതായിരിക്കും ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ആക്ച്വലി ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ റീസെൻ്റ്ലി എൻ്റെ ചാനലിൻ്റെ, അതായത് എനിക്ക് ഇതുപോലെ നിങ്ങളിപ്പോൾ അപ്ഡേഷൻ അന്വേഷിക്കുന്ന പോലെ ഞാൻ ഒരു തവണ യൂട്യൂബ് ചെയ്ത് നോക്കിയപ്പം ഞാനൊരു ചേച്ചിയുടെ വീഡിയോ കണ്ടതാണ്, ഇങ്ങനെ 500 സബ്സ്ക്രൈബേഴ്സ് മതി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനത് ചുമ്മാ ഇങ്ങനെ സെർച്ച് ചെയ്തൊക്കെ നോക്കിയിട്ട് പിന്നെ ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ നോക്കിയായിരുന്നു. അപ്പോൾ അതിനകത്തും 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ചവേഴ്സും 3M വ്യൂസേ കാണിച്ചുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം അങ്ങനെ ആയെന്ന്. കാരണം ഞാൻ എൻ്റെ ആ ഒരു ഫ്രണ്ടിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. പക്ഷെ അതിനകത്ത് ഇങ്ങനെ ഹാഫ് മോണിറ്റൈസേഷൻ ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ആദ്യം വായിച്ച കമൻറ്റ് കണ്ടപ്പോഴത്തേക്കുമാണ് ഞാൻ അത് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയത്. അപ്പോഴാണ് ഞാൻ കണ്ടത് ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന്. അപ്പം എനിക്കത് പറയണം തോന്നി, കാരണം അത് എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്. അപ്പം എനിക്കത് തിരുത്തി പറയണമെന്ന് തോന്നി. അപ്പം ഞാനാണെങ്കിൽ ആദ്യം ഹാഫ് മോണിറ്റൈസേഷനെ പറ്റി തന്നെ പറയാം. കാരണം ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചല്ല. ഈ ഹാഫ് മോണിറ്റൈസേഷന് വേറൊരു ഇതായിട്ട് പറയണമെന്ന് വെച്ചാൽ ഫാൻ ഫണ്ടിങ് എന്നോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അതിനകത്ത് വരുന്നത് സൂപ്പർ ചാറ്റ്സ്, അതായത് നമ്മൾ ലൈവ് പോകുമ്പോൾ നമുക്ക് സൂപ്പർ ചാറ്റ് ചെയ്യത്തില്ല, സൂപ്പർ ചാറ്റ്, പിന്നെ സൂപ്പർ താങ്ക്സ്, സൂപ്പർ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ചാനൽ മെമ്പർഷിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ. ആ മോള് കമന്റ് ഇട്ടേക്കുന്ന പോലെ ഷോപ്പിംഗ് ഫീച്ചേഴ്സ് ആണ്. അതായത് നമുക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റും. ആ പ്രൊഡക്റ്റ് നമ്മൾ ടാഗ് ചെയ്ത പ്രൊഡക്റ്റ് ആരെങ്കിലും മേടിക്കുവാണെങ്കിൽ അതിന്റെ കമ്മീഷനായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. എനിക്ക് ആക്ച്വലി ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് അറിവുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് വലുതായിട്ട് ഏൺ ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. എനിക്ക് ആ കമന്റ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. എന്തായാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ കമന്റ് ഇട്ടയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ബലത്തിലാണ് ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത്. ആക്ച്വലി ആ കമന്റ് കാണുന്നത് വരെ ഈ ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റി എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഇങ്ങനെ നോക്കിയ നേരത്താണ്, അവളിങ്ങനെ കാണിച്ചു തരാൻ നേരത്താണ് ഞാൻ കണ്ടത്. അതായത് 500 സബ്സ്ക്രൈബേഴ്സ്, 3 വാച്ച് അവേഴ്സ്, 3000 വാച്ച് അവേഴ്സ്, അതുപോലെ 3M ഷോർട്സ് വ്യൂസ് ഓർ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ആക്കി മാറ്റിയെന്ന്. കാരണം എനിക്കും മുന്നേ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുമ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കിടന്നതായ എൻ്റെ ഓർമ്മയില്ല. അപ്പം അത് കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനപ്പം അതിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ടത്. പിന്നെയാണ് അത് ഹാഫ് മോണിറ്റൈസേഷൻ ആണെന്ന് മനസ്സിലായത്. അതായത് ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ മാത്രം, അത് ആരായാലും കമൻറ്റ് ഇട്ട ആൾക്കൊരു താങ്ക് യു ഉണ്ട്. കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെ ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ സമ്മതിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അപ്പോൾ ഇന്നിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അങ്ങനെ ഹാഫ് മോണിറ്റൈസേഷൻ എന്ന സംഭവം ഉണ്ട്. അതിനകത്ത് സൂപ്പർ താങ്ക്സ്, സൂപ്പർ ചാറ്റ്, അതുപോലെ അങ്ങനെ മെമ്പർഷിപ്പ്, അങ്ങനെ ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സേ ഉള്ളൂ എന്ന് മനസ്സിലായത്. ഫുൾ മോണിറ്റൈസേഷൻ്റെ അകത്താണ് 1K സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും 10 മില്യൺ ഷോർട്സിൻ്റെ വ്യൂസ് ഉള്ളത്. എന്നാൽ മാത്രമേ നമ്മളെ ചാനലിൽ ഫുള്ളായിട്ട് മോണിറ്റൈസ്ഡ് ആയിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു അഡ്വാൻസ്ഡ് സെറ്റിങ്സ് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് അറിയണുണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പം നമ്മുടെ ചാനലിൽ മോണിറ്റൈസ്ഡ് ആയി അതായത് ഈ ഒരു സാധനത്തിൽ കൂടെയൊക്കെ ഏണിങ്സ് ഉണ്ടാക്കാം. പക്ഷെ അത്രയും നമ്മൾ അക്കൗണ്ട് റീച്ച് ഉണ്ടെങ്കിൽ മാത്രം, അത്രയും വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ.
അല്ലാത്ത ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫുൾ മോണിറ്റൈസേഷൻ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതിലാണ് ആഡ്സിൻ്റെ ഏണിങ്സ് നമുക്ക് കിട്ടണം. അതായത് നമ്മൾ ഒരാളെ വീഡിയോ കാണുമ്പോൾ ആഡ് വരത്തില്ലേ, ആ ഒരു ആഡിൽ നിന്ന് നമുക്ക് ഏണിങ്സ് കിട്ടണുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ആദ്യം ക്ലിയർ ചെയ്യേണ്ടതായിട്ട് തോന്നിയ ഒരു കമൻറ്റ്, 2 കമൻറ്റ് എന്ന് പറയണം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അറിയുന്നുണ്ട് അല്ല തെറ്റ് തന്നെയാണ്, ഞാൻ സമ്മതിക്കുവാണ്. അപ്പോൾ എനിക്കത് അത് പറഞ്ഞു തന്നതിന് താങ്ക് യു. ഞാൻ അങ്ങനെ ഇന്നാണ് ഞാൻ അറിയണം ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു എന്ന്. ഓക്കെ, അപ്പം ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം. നമുക്കിനി അടുത്ത കമൻറ്റിലോട്ട് പോവാം. അടുത്ത് ഞാൻ ഒരു കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഗൂഗിൾ ആഡ്സൻസ് ലെറ്റർ വീട്ടിൽ വരുന്നതിന് അഡ്രസ്സൊക്കെ കൊടുക്കുന്ന പ്രൊസീജിയേഴ്സ്, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്, കൂടുതൽ റീച്ച് കിട്ടാൻ എന്തു ചെയ്യണം, ഇതൊക്കെ വീഡിയോസായി ടൈം കിട്ടുമ്പോൾ ഡീറ്റെയിൽ ആയി ചെയ്യണമെന്ന്. അപ്പം തന്നെ ഞാൻ റിപ്ലൈയും കൊടുത്തേക്കണം, അറിയണ പോലെ ചെയ്യാന്ന്. കാരണം എനിക്കറിയാന്നുള്ള കാര്യമില്ല, എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ 2024 മോണിറ്റൈസ്ഡ് ആയത്. അതായത് 2 years ആയി, അറൗണ്ട് 2 years ആയി. അപ്പം അന്ന് എന്തൊക്കെ ചെയ്തെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. ഞാൻ എന്നിട്ടും ഇപ്പം നിലവിൽ യൂട്യൂബ് ഹാൻഡിൽ ചെയ്യുന്നവരടുത്ത് ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ കേട്ടോ. അതല്ലാതെ എനിക്കും വലിയ ഐഡിയ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ഗൂഗിൾ ആഡ്സൻസ് ലെറ്റർ വീട്ടിൽ വരുന്നതിന് അഡ്രസ്സൊക്കെ കൊടുക്കുന്ന പ്രൊസീജിയേഴ്സാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ യൂട്യൂബ് ചാനൽ ഇത് ഫുൾ മോണിറ്റൈസേഷൻ ആണ് കേട്ടോ. ഇപ്പോൾ 2 വാക്കൊക്കെ, ഹാഫ് മോണിറ്റൈസേഷൻ, ഫുൾ മോണിറ്റൈസേഷൻ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ അതായത് ഫുൾ മോണിറ്റൈസേഷൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. നോട്ട് ദ പോയിന്റ്, ഫുൾ മോണിറ്റൈസേഷൻ. വാക്കുകളൊക്കെ സൂക്ഷിച്ചു പോയിരിക്കും. ഓക്കെ, അപ്പോൾ ഫുൾ മോണിറ്റൈസേഷൻ ആകുമ്പോൾ അതായത് 1K സബ്സ്ക്രൈബേഴ്സ്, 4000 വാച്ച് അവേഴ്സ് ഓർ 10 million ഷോർട്സ് വ്യൂസ് ആകുമ്പോഴേക്കും നമുക്ക് അപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് വരും. അപ്ലൈ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ അത് നേരെ വേറൊരു പേജിലോട്ടാണ് പോകുന്നത്. അതായത് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും നമ്മുടെ ആ ഒരു പേജിനകത്ത്. അപ്പം നമ്മളത് വായിക്കണമെന്നില്ല. യൂഷ്വലി നമ്മൾ ചില ആപ്പിൻ്റെയൊക്കെ ഇത് വരുമ്പോഴത്തേക്ക് അക്സെപ്റ്റ് കൊടുക്കത്തില്ല, അതുപോലെ അക്സെപ്റ്റ് കൊടുക്കുക, എല്ലാം എഗ്രി ചെയ്ത് അക്സെപ്റ്റ് കൊടുക്കുക. അങ്ങനെ അക്സെപ്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നേരെ ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അപ്പം ഈ ഗൂഗിൾ ആഡ്സെൻസിലും അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക്, അതായത് നമ്മൾ ഈ ഗൂഗിൾ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യത്തില്ലേ, അതുപോലെ ഒരു പേജ്. അതിനകത്ത് നമുക്ക് നമ്മളെ അഡ്രസ്സ്, അതായത് അവരെന്തൊക്കെയാണോ ചോദിക്കുന്നത് നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ അഡ്രസ്സിലോട്ട് ഈ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനുള്ള പിന്ന് ലെറ്ററായിട്ട് വീട്ടിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഡീറ്റെയിൽ ആയി വീഡിയോ ചെയ്യാം. ഓക്കെ, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ പിന്ന് നമ്മളിപ്പോൾ അഡ്രസ്സ് കൊടുത്ത അഡ്രസ്സിലോട്ട് ഗൂഗിൾ ആഡ്സെൻസിൻ്റെ ലെറ്റർ വന്നു കഴിഞ്ഞിട്ട് അതിനകത്തൊരു പിൻ ഉണ്ടായിരിക്കും. ആ പിൻ എൻ്റർ ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ പിൻ അതിനകത്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും ഗൂഗിൾ ആഡ്സെൻസിൽ. അതത്രേ ഉള്ളൂ. അത് നമുക്ക് ആ ഒരു ലെറ്ററിനകത്ത് തന്നെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാത്തേക്കും നമ്മുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്. 4000 വാച്ച് അവേഴ്സ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും കുറച്ച് ഡിഫിക്കൽട്ടുള്ള കാര്യമാണ്, എനിക്കറിയാം. പക്ഷേ ഇപ്പം ഞാൻ തന്നെ ഇത്രയും വീഡിയോ ഇട്ടിട്ടും എൻ്റെ ഒരു 1 month വാച്ച് അവറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 500 വാച്ച് അവേഴ്സൊക്കെ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പം നമ്മൾ കുറേ വീഡിയോ ഇട്ടാലാണ് നമുക്ക് വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റണത്. കൂടുതൽ റീച്ച് കിട്ടാൻ എന്ത് ചെയ്യണം, ഇതൊക്കെ വീഡിയോസായി ടൈം കിട്ടുമ്പോൾ ഡീറ്റെയിൽ ആയി ചെയ്യാമോ? ഓക്കെ, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. റീച്ച് കിട്ടാൻ ആക്ച്വലി ഈ യൂട്യൂബ് എന്നല്ല, ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്താലും കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതായത് നമ്മൾ ജീവനോടെ ഉണ്ടെന്ന് നമ്മളെ വ്യൂവേഴ്സിനെ നമ്മൾ അറിയിക്കണം. അത് ഡെയിലി ഒരു സ്റ്റോറി ഇട്ടാവാം, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടാവാം. നമ്മൾ ഉണ്ട് എന്ന് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തണം. അതായത് നമ്മൾ ഡെയിലി, അപ്പോൾ അവർക്ക് ഡെയിലി നമ്മൾ റിമൈൻഡർ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ഒരാളുണ്ടെന്ന്. അതുകൊണ്ട് കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുക. നമ്മളൊരു ജോബ് ചിലരൊക്കെ ജോബിൻ്റെ കൂടെ ആയിരിക്കും യൂട്യൂബ് ഫോക്കസ് ചെയ്യണത്. അതല്ലാത്തവരാണെങ്കിൽ നമ്മളൊരു ജോബ് ചെയ്യുന്ന പോലെ തന്നെ വീഡിയോ ചെയ്യുക. കാരണം നമ്മൾ ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്നില്ലേ, അപ്പം നമുക്കൊരു ജോബ് പോലെ തന്നെയാണ്.
കൺസിസ്റ്റൻസിയുടെ കൂടെ പിന്നെ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഞാൻ ചെയ്യാറില്ല, പക്ഷെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ ആയിക്കോട്ടെ. നമ്മൾ ഈ സെർച്ചബിളിന് എളുപ്പമായിട്ടുള്ള ക്യാപ്ഷനും തംബ്നെയിൽസൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തും. ഇപ്പോൾ ഒരു സിമ്പിൾ ഒരു വേർഡ് പറയാനാണെങ്കിൽ ഇപ്പോൾ ചിക്കൻ കറി, നമ്മളിപ്പം ഒരാൾ യൂട്യൂബിൽ വന്നിട്ട് ചിക്കൻ കറി റെസിപ്പി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പി ഇട്ടിട്ടുള്ള എല്ലാ യൂട്യൂബ് ചാനലും ആ ആളുടെ അടുത്തേക്ക് എത്തുവാണ്. അതുപോലെ ഒരാൾ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള കണ്ടന്റ്, അങ്ങനത്തെ കണ്ടന്റൊക്കെ ഫോക്കസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി റീച്ച് കിട്ടുമായിരിക്കും. കാരണം വെച്ചാൽ നമ്മളെ വീഡിയോസ് കുറച്ച് സ്ട്രേഞ്ചേഴ്സിലോട്ടൊക്കെ എത്തും. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അല്ലാതെ ഒരു സ്ട്രേഞ്ചറാണ് ആ ഒരു കണ്ടന്റ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ അയാളുടെ ഫീഡിലോട്ട് നമ്മുടെ വീഡിയോസ് ചെല്ലും. പിന്നെ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റും കൂടി നോക്കിയിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം എന്നെ ഓൾമോസ്റ്റ് ഒരു പാർട്ട് സബ്സ്ക്രൈബേഴ്സ് എടുത്താലും എല്ലാവരും എന്നോട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനാണ് പറയുന്നത്. കാരണം എൻ്റെ ഡെയിലി റൊട്ടീൻസ് കാണാനാണ് അവർക്ക് ഇഷ്ടമെന്ന് പറയാറുണ്ട്. ഡെയിലി വ്ളോഗ്സ് ചെയ്യാനായിട്ടാണ് അവരെന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി വ്ളോഗ്സ് മാക്സിമം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങളെ ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് ഞാൻ പേഴ്സണലി ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ എൻ്റെ റിയൽ എക്സ്പീരിയൻസ് എന്ന് പറയുവാണെങ്കിൽ ഷോർട്സ് ഒരു പരിധി വരെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഷോർട്സ് കണ്ടിന്യൂസ് ഇടുന്ന ഒരാളാണ്. ഇടയ്ക്ക് വല്ലതും ബ്രേക്ക് ആവുമെങ്കിലേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് സ്ക്രോൾ ചെയ്യുന്ന പോലെ യൂട്യൂബിൽ ഷോർട്സ് സ്ക്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഫീൽഡിലോട്ടൊക്കെ നമ്മളെ ഷോർട്സ് എത്തും. അപ്പോൾ ഷോർട്സിന് കുറച്ചും കൂടി വ്യൂസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അല്ലാതെ വേറെ പുറത്തുള്ള വ്യൂവേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഷോർട്സ് എത്താനായിട്ട് കുറച്ചും കൂടി ചാൻസസ് ഉണ്ട്. അപ്പം എൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഷോർട്സിനൊരു 13K 20 എത്ര K ഒക്കെ അടിച്ച ഷോർട്സ് ഉണ്ട്. അപ്പം അതിനകത്തൊക്കെ കുറച്ച് കമൻസും വരാറുണ്ട്, അത് കുറച്ച് ഇൻട്രാക്റ്റ് ആയി പോകാറുണ്ട്. അപ്പം ഷോർട്സ്, അപ്പം ആ ഒരു വീഡിയോ റീച്ച് ആവുന്ന സമയത്ത് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കയറാറുണ്ട്. അപ്പം ഷോർട്സ് ഒരു നല്ല ഓപ്ഷനാണ്, ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഷോർട്സ്. ഓക്കെ, അപ്പം ഈ ഇത്തരം ഒരു ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടാണ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിന് റിപ്ലൈ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ഹാഫ് മോണിറ്റൈസേഷൻ്റെ കാര്യം പറഞ്ഞു തന്നതിന് ഞാൻ വീണ്ടും താങ്ക് യു പറയാണ്. ഞാൻ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് അറിയണേ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മൈക്രോ യൂട്യൂബേഴ്സിൻ്റെയും ചാനൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ്ഡ് ആയി നിങ്ങൾക്ക് ഏണിങ്സ് ഒക്കെ കിട്ടട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. ഞാൻ കമൻറ്റ് ബോക്സിനകത്ത് കണ്ടു കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല കാര്യം അതൊക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഞാനും ആ കമൻറ്റ് ഇട്ട എല്ലാവരും ഞാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. കപ്പലണ്ടിക്കണത് ഉറങ്ങാൻ നോക്കുന്നത് ഞാൻ വീഡിയോ പിടിച്ചിടും കേട്ടോ. അന്ന് യൂട്യൂബ് എടുക്കട്ടെ. വാഴക്കാற்றுക്ക് വയസ്സാച്ച് കേട്ടാ, മിണ്ടാതിരിക്കണം കേട്ടോ. ലൈറ്റ് ഒന്ന് ഇട്ടിട്ട് നോക്കിയാലോ, പോലെ ലൈറ്റില്ല നമുക്കെടുക്കണം. പിന്നെ ഇതിലിപ്പോൾ ഞാൻ എന്തോ പറയാൻ വേണ്ടിയിട്ട് വന്നേ. എന്തോ ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്ന് കാര്യമായിട്ട്, പക്ഷെ മറന്നുപോയി. അരണബുദ്ധി തന്നെ, അരണബുദ്ധി. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് ഗൂഗിൾ ആഡ്സെൻസ് പറയാൻ വന്ന കാര്യം കിട്ടി. ഞാൻ ആ